guys, welcome back to Arsha Pathos channel once again and hope you all are doing good. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച് ഞാനും എൻ്റെ ചേച്ചി നമ്മളെ മോനും മാത്രമായിട്ടുള്ളൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും എൻ്റെ ചേച്ചി നമ്മളെ മോനും കൂടെ നമ്മൾ സിറ്റി സെൻറ്റർ അജ്മാനിലേക്ക് പോകാൻ പ്ലാൻ ചെയ്തു. പിന്നെ അമ്മേനെ കൂട്ടാത്ത വേറെ ഒന്നല്ല, നമുക്ക് ടൈം ഉണ്ടായിട്ടില്ല. അമ്മ തിരക്കുണ്ടായ വീട്ടിൽ ഞാനെല്ലാം വന്നല്ലേ എന്നുള്ളൊരിതിൽ അമ്മയുടെ ഫുഡും കാര്യങ്ങളെല്ലാം ആക്കുന്ന തിരക്ക്. അങ്ങനെ കൈസ് പറഞ്ഞു നമ്മൾ അജ്മാൻ സിറ്റി സെൻറ്ററിലെത്തി. സിറ്റി സെൻറ്ററിലെത്തുമ്പോൾ പീക്കുൻ്റെ മൈൻഡിൽ ഒരു കൂട്ടം ലിസ്റ്റ് കൂടിയിട്ടുണ്ടാവും, അന്നത് വേണം ഇന്നത് വേണമെന്നല്ലോ. ആൻഡ് പോകുമ്പോൾ തന്നെ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ടായിന് ഇന്നതല്ലേ നമ്മൾ വാങ്ങൂലെന്ന് ഫിക്സ്ഡ് ആയിട്ടുണ്ടായിന്. അപ്പോൾ പിന്നെ പീക്കോ മൈൻഡ് സെറ്റ് ചെയ്ത് ഫിക്സ് ചെയ്ത് നമ്മൾ സിറ്റി സെൻറ്റർ അജ്മാനിലേക്ക് എൻട്രൻസ് കൊടുക്കുന്ന ടൈമിൽ തന്നെ മെയിനായിട്ട് നമ്മൾ അങ്ങോട്ട് പോകാനില്ല. കാരണം എന്ന് വെച്ചാൽ ഇണ്ടലിക്ക് ഏച്ചിക്ക് 2-3 ആക്ച്വലി ഐ കോൾ ഹർ ഇണ്ടലി. പീക്കും അവളെ ചെറുപ്പത്തിലേ ഇണ്ടലി എന്ന് വിളിച്ചിട്ട് നൗ വി യൂസ് ടു കോൾ ഹർ ഇണ്ടലി. അങ്ങനെ ഇപ്പോൾ ഏച്ചിക്ക് അവിടെ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങാനുണ്ടായിന്. അങ്ങനെ അതാണ് നമ്മൾ മെയിനായിട്ട് അജ്മാനിലേക്ക് പോകാനുള്ള കാരണം. അപ്പോൾ പിന്നെ ഏച്ചിൻ്റെ 2-3 പരദൂഷണം പറിച്ചലെല്ലാം ഉണ്ടായിരുന്നു. ഓളവിടെ ആരോ കണ്ട് അന്നേരം ഓള് പറഞ്ഞേ എന്നാൽ നോക്ക് അത്രയും പ്രായമുള്ളൂ എന്നല്ല എന്നോട് പറഞ്ഞേ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഗൈസ് നെക്സ്റ്റ് നമ്മൾ പീക്കുന് ആരോ അവിടുന്ന് പെർഫ്യൂമിൻ്റെ എന്തോ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓനത് സ്മെൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ചേച്ചിക്ക് എന്തോ വാങ്ങാനുണ്ടായി, എന്തോ പെൻ ഡ്രൈവ് ഹാർഡ് ഡിസ്ക് ആൻഡ് ആക്ച്വലി ഡോണ്ട് നോ ദാറ്റ്. അത് വാങ്ങിക്കഴിഞ്ഞ് പിന്നെ ഗൈസ് ഒക്കെ സെക്കൻഡ് ഫ്ലോറിൽ പോയിട്ട് വാങ്ങണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാനും എൻ്റെ പീക്കും എസ്കലേറ്റർ കയറാൻ പേടിച്ച് നമ്മൾ ബാക്കോട്ട് കാല് വെച്ച് ആക്ച്വലി വാട്ട് ഹാപ്പൻ, എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായി, എൻ്റെ കയ്യിൽ പിന്നെ ബാഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ എനിക്ക് പീക്കുനെയും കൈ പിടിച്ച് കയറാൻ പറ്റിയില്ല. സോ ഏച്ചി മാത്രം പോയി സാധനം വാങ്ങിയിട്ട് വന്നു. നെക്സ്റ്റ് നമ്മൾ മെയിനായിട്ടുള്ള നിങ്ങൾക്കറിയാലോ ഗൈസ്, ഫുഡ്. ഉള്ള സാധനം പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞ് പോകുന്ന വഴിയിലാണ് എൻ്റെ കണ്ണ് കുളിർത്ത് വീണ്ടും. ഗോൾഡ് എവിടെ കണ്ടാലും അതെനിക്കൊരു ക്രേസാണ് ഓൾവേസ്. അത് കഴിഞ്ഞ് എൻ്റെ മോൻ്റെ കുറേ ക്യൂട്ട്നെസ്സിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്ത് എൻ്റെ മോൻ കുറേ ക്യൂട്ട്നെസ്സൊക്കെ വാരി എറിഞ്ഞിട്ടുണ്ട് ഗൈസ്. ആൻഡ് ഐ പ്രൊമോട്ടഡ് ഹിം. ഞാൻ ഓനെ അതിൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഞാനും കുറേ ഫോട്ടോസൊക്കെ എൻ്റെ പൊന്നൂന് എടുത്തു കൊടുത്ത്. അത് കഴിഞ്ഞ് പിന്നെ ജസ്റ്റ് ഒന്ന് ക്യാരി ഫോറിൽ കയറി. എനിക്ക് ദാഹിക്കുന്നു പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒരു ജ്യൂസിന് 2-3 കേക്കൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ക്യാരി ഫോറിൽ കയറി. അതിലേക്കൂടെ പോയി നോക്കുമ്പോൾ ജസ്റ്റ് ഞാനൊന്ന് പ്രൈസൊക്കെ നോക്കി ഗൈസ്, ചുമ്മാ എന്തിന്. അത് കഴിഞ്ഞ് ക്യാരി ഫോറിന്ന് വാങ്ങി. പിന്നെ പീക്കും ഇങ്ങനെ കൺഫ്യൂഷനിലായിരുന്നു. എനിക്ക് പിന്നെ കുറേ കണ്ടപ്പോൾ പിന്നെ ഫസ്റ്റേ നമ്മളൊരു കൊടുത്തൊരടക്കത്തിൽ ഓനിങ്ങനെ മര്യാദക്ക് പോകുന്നുണ്ടായേ. അതെല്ലാം കഴിഞ്ഞ് നെക്സ്റ്റ് ബില്ലടിക്കാൻ പോയി. ബില്ലടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഓള് നമ്മളോട് ചോദിച്ചത് അതും കൂടെ ബില്ലടിക്കണമെന്ന്. പക്ഷെ അത് നമ്മൾ വാങ്ങിയിട്ടില്ലല്ലോ. ഓക്കെ ഗായ്സ്, അത് കഴിഞ്ഞ് നെക്സ്റ്റ് പീക്കുവിൻ്റെ മനം മാറി ഗായ്സ്. പീക്കു കൺഫ്യൂസ്ഡായി, അൽബേക്ക് പോകണോ KFC പോകണോ എന്നുള്ള കൺഫ്യൂസ്ഡായി. ഫൈനലി നമ്മൾ KFCയിൽ പോകാൻ തീരുമാനിച്ചെങ്കിലും നമ്മൾ അവിടെ പോയിട്ടില്ല. വീണ്ടും നമ്മൾ തിരിച്ച് അൽബേക്കിലേക്ക് തന്നെയാണ് വന്നത്. KFCയിൽ നോക്കിയപ്പോൾ KFCയിൽ ഇണ്ടലിൻ്റെ കണ്ണ് തള്ളിയെന്ന് തോന്നുന്നു. ഇണ്ടലി അതേപോലെ ചിരിച്ചുകൊണ്ട് വരുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഗൈസ് നമ്മൾ ഇരിക്കാനുള്ള സീറ്റ് കണ്ടുപിടിക്കുമ്പോൾ പീക്കുവിൻ്റെ മൈൻഡിൽ ഒറ്റൊരു ചിന്തയേ ഉണ്ടായിട്ടുള്ളൂ. അപ്പുറത്ത് എനിക്ക് പ്ലേ ഗ്രൗണ്ട് ഉണ്ട്, അവിടെ പോകണം മണ്ണു എന്ന്. പ്ലേ ഗ്രൗണ്ടല്ല, കുട്ടികൾ കളിക്കുന്ന എന്തോ ഒരു ഇതുണ്ടായിരുന്നു. അവിടെ പോകണം എന്ന് പറഞ്ഞ് ഫൈനലി ഞാൻ പറഞ്ഞത് കഴിച്ചിട്ട് പറഞ്ഞ് അൽബേക്ക് നമ്മൾ ഫുഡൊക്കെ വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുക. അത് കഴിക്കലും കഴിഞ്ഞ് അവൻ അങ്ങോട്ടേക്ക് പായലും കഴിഞ്ഞിന്. പിന്നെ മറ്റേ കറങ്ങുന്ന സാധനം വന്ന് ഗൈസ്, സ്വിങ് എന്ന് എന്താണ് പറയല്. ബട്ട് ആക്ച്വലി ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് വൺ. എനിക്ക് ഓപ്പൺ ഏരിയ എന്ന് കറങ്ങുന്നതാണ് ഇഷ്ടം. വണ്ടർല, വിസ്മയ അതെല്ലാം പോലെ തന്നെ എനിക്കിഷ്ടം. ദിസ് ഈസ് ടോട്ടലി ക്ലോസ്ഡ് ഏരിയ അല്ലേ. ഇതിപ്പോൾ എനിക്ക് കൂടുതൽ തല കറങ്ങുന്ന ഒരു ടൈപ്പാണ്. അതെല്ലാം കഴിഞ്ഞാൽ ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഗൈസ് എനിക്ക് അപ്പുറത്തുനിന്ന് ഒരു ഓർഡർ വന്ന് ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് അടിയിലൊരു ലേഡി. സ്റ്റിൽ ഞാൻ വീഡിയോ നൈസായിട്ട് ക്ലോസ് ആക്കാൻ ശ്രമിച്ചെങ്കിലും അവരവിടുന്ന് പാസ് ഔട്ട് ആയതിനു ശേഷം ഞാൻ 2-3 ക്ലിപ്പും കൂടെ ഇണ്ടലിൻ്റെയും പീക്കൂൻ്റെയും കൂടെയൊക്കെ എടുത്ത് സ്ലോ മോലൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. Sorry for me, gonna just
അങ്ങനെ ഗൈസ് ഇണ്ടലിൻ്റെ നല്ല ഒന്നാം തരം ചളി കേട്ടതിനോട് എൻ്റെ പാട്ടടക്കം നിന്നുപോയി ഗൈസ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇണ്ടലിൻ്റെ ചളി ഞാൻ അവളോട് പറഞ്ഞു നിൻ്റെ കോട്ട ഇന്നത്തോടെ കഴിഞ്ഞു. അവൾ പറയുന്നത് ഫ്രഷാന്നല്ലോ, പക്ഷെ നമുക്കത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റൂലല്ലോ ഗൈസ്. അത് കഴിഞ്ഞ് പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മൾ നെക്സ്റ്റ് പീസ് ടാക്സി പിടിക്കലാണ്. നമ്മൾ പെട്ടെന്ന് തന്നെ ടാക്സി പിടിച്ച് പിന്നെ നമ്മൾ അമ്മേൻ്റെ അടുത്തേക്ക് പോകേണ്ട ഒരു വൈബായി. അമ്മയുടെ നമുക്ക് എന്തായാലും ഫുഡെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും ഗൈസ്. ഈവനിങ്ങത്തെല്ലാം ഉച്ചക്കത്തെ രണ്ടും കൂടെ മിക്സാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മളെ വയർ ഓൾറെഡി ഫുള്ളാണ്. അങ്ങനെ പീക്കു ടാക്സി ഇറങ്ങണോ വേണ്ടിയോ എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലായിരുന്നു. കാരണം എനിക്ക് തീരെ ഇൻട്രസ്റ്റ് ഇല്ല സിറ്റി സെൻറ്ററിൽ തിരിച്ചു വരാനൊന്നും. ഒന്നും എവിടെ പോയാലും തിരിച്ചു വരാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളാണ്. അങ്ങനെ ഞാനും എൻ്റെ മോനും കൂടെ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് നടന്നു ഗൈസ്. ബൈ, ടേക്ക് കെയർ, മീറ്റ് യു അൻറ്റിൽ നെക്സ്റ്റ് വ്ളോഗ്. ഹാവ് എ ഗുഡ് ഡേ ഗൈസ്.